വെൽക്കം ടു c-meditech ഓൺലൈൻ അക്കാദമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DHA അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് എക്സാമിന് റീസെന്റ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡ്രഗ് ഷുഡ് ബി അവോയ്ഡഡ് ഡ്യൂറിംഗ് പ്രഗ്നൻസി? ഓക്കെ, ഓപ്ഷൻ എ മിസോപ്രോസ്റ്റോൾ, ഓപ്ഷൻ ബി മീഥൈൽ സെല്ലുലോസ്, ഓപ്ഷൻ സി സിന്നരിസിൻ ആൻഡ് ഓപ്ഷൻ ഡി ഹയോസിൻ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ മിസോപ്രോസ്റ്റോൾ ആണ്. മിസോപ്രോസ്റ്റോൾ is contraindicated in pregnancy. Okay, so misoprostol എന്ന് പറയുന്നത് it is a prostaglandin E1 analog. Okay, that stimulates the uterine contraction and cervical ripening. So മിസോപ്രോസ്റ്റോൾ എന്ന് പറയുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 അനലോഗ് ആണ്. അതിന്റെ മേജർ ആക്ഷൻ എന്ന് പറയുന്നത് യൂട്രൈൻ കോൺട്രാക്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ സെർവിക്കൽ റൈപ്പനിങ് അതും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മേ ലീഡ്സ് ടു മിസ്കാരേജ്, അബോർഷൻ ഓർ പ്രീ മെച്യൂർ ലേബർ. അതുകൊണ്ട് തന്നെ മിസോപ്രോസ്റ്റോൾ ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. ഓക്കെ, ഇനി അതർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മീഥൈൽ സെല്ലുലോസ് ഇറ്റ് ഈസ് എ ബൾക്ക് ഫോമിംഗ് ലാക്സേറ്റീവ് ആൻഡ് കൺസിഡേർഡ് ജനറലി സേഫ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. ഇനി സിന്നരിസിൻ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ മോഷൻ സിക്നസ് ആൻഡ് വെർട്ടിഗോ. മോഷൻ സിക്നസ് അതുപോലെ തന്നെ വെർട്ടിഗോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിന്നരിസിൻ യൂസ് ചെയ്യുന്നത്. സോ പ്രഗ്നൻസിയിൽ റൂട്ടീൻലി റെക്കമെൻഡ് ചെയ്യാറില്ല, എന്നാൽ പോലും അബ്സല്യൂട്ട്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഹയോസിൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്കോപ്പോലാമൈൻ or hyosin butyl bromide, and it may be used when necessary under medical advice. Okay, necessary conditions ആണെങ്കിൽ മെഡിക്കൽ അഡ്വൈസിൽ ഹയോസിൻ യൂസ് ചെയ്യാറുണ്ട്. അബ്സല്യൂട്ട്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രഗ്നൻസിയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് മിസോപ്രോസ്റ്റോൾ ആണ്. ദാറ്റ് ലീഡ്സ് ടു പ്രീമച്വർ ലേബർ, മിസ്കാരേജ് ഓർ അബോർഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആക്ഷൻ ഓഫ് മെറ്റോക്ലോപ്രാമൈഡ്? ഓപ്ഷൻ എ വാസോഡൈലേറ്റർ, ഓപ്ഷൻ ബി ആന്റി എമിറ്റിക്, ഓപ്ഷൻ സി ആന്റി ഹൈപ്പർടെൻസീവ്, ഓപ്ഷൻ ഡി അനാൽജസിക്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആന്റി എമിറ്റിക് ആണ്. ഓക്കെ, സോ മെറ്റോക്ലോപ്രാമൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ D2 റിസപ്റ്റർ ബ്ലോക്കർ. D2 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. ആന്റി എമിറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് മെറ്റോക്ലോപ്രാമൈഡ് പ്രിവെന്റ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദി നോസിയ ആൻഡ് വോമിറ്റിംഗ്. നോസിയ ആൻഡ് വോമിറ്റിംഗ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മെറ്റോക്ലോപ്രാമൈഡ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക് ക്യാൻ ബി യൂസ്ഡ് ഓറലി? സോ ഓപ്ഷൻസിൽ അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് വൺ ഈസ് യൂസ്ഡ് ഓറലി? ഓപ്ഷൻ എ ജെൻഡാമൈസിൻ, ഓപ്ഷൻ ബി അമിക്കാസിൻ, ഓപ്ഷൻ സി നിയോമൈസിൻ, ഓപ്ഷൻ ഡി ടോബ്രാമൈസിൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി നിയോമൈസിൻ ആണ്. ഓക്കെ, നിയോമൈസിൻ. ഇനി അതർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ജെൻഡാമൈസിൻ, അമിക്കാസിൻ, ടോബ്രാമൈസിൻ ഇങ്ങനെയുള്ള അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സ് എല്ലാം ഓറലി കൊടുക്കുകയാണെങ്കിൽ GI അബ്സോർപ്ഷൻ വളരെ കുറവാണ്. ഓക്കെ, GI ട്രാക്റ്റിൽ അതിന്റെ അബ്സോർപ്ഷൻ വളരെ കുറവായതുകൊണ്ട് മെയിൻലി ഇഞ്ചക്ഷൻ ഫോമിലാണ് കൊടുക്കുക. ഓക്കെ, അതായത് ഈ ജെൻഡാമൈസിൻ, അമിക്കാസിൻ അല്ലെങ്കിൽ ടോബ്രാമൈസിൻ ഇങ്ങനെയുള്ള ഡ്രഗ്സ് എല്ലാം യൂഷ്വലി IV റൂട്ടിലൂടെയോ അല്ലെങ്കിൽ IM റൂട്ടിലൂടെയോ ഇഞ്ചക്ഷൻസ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ഇനി നിയോമൈസിൻ ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓറലി. നിയോമൈസിൻ ഓറലി കൊടുക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് പുവർലി അബ്സോർബ്. അവിടെയും അതിന്റെ അബ്സോർപ്ഷൻ കുറവാണ്. ബട്ട് ദിസ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് തെറാപ്യൂട്ടിക്കലി. ഈ ഒരു പ്രോപ്പർട്ടി ബെനിഫിഷ്യൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ കണ്ടീഷൻസിലാണ് നിയോമൈസിൻ ഓറലി കൊടുക്കുന്നത്? ഇറ്റ് ക്യാൻ ബി ഗിവൺ ഓറലി ടു റെഡ്യൂസ് ദി ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ ബിഫോർ ബവൽ സർജറി. ബവൽ സർജറിക്ക് മുമ്പായിട്ട് ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോമൈസിൻ ഓറലി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി പേഷ്യൻസിൽ അമോണിയ പ്രൊഡ്യൂസിങ് ഗട്ട് ബാക്ടീരിയനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിയോമൈസിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിയുള്ള പേഷ്യൻസിന്റെ കേസിൽ അവരുടെ ഗട്ടിൽ അമോണിയയുടെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും ഡ്യൂ ടു അമോണിയ പ്രൊഡ്യൂസിങ് ഗട്ട് ബാക്ടീരിയ. സോ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സിംപ്റ്റംസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിയോമൈസിൻ യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ ഡിക്രീസ് ദി അമോണിയ പ്രൊഡ്യൂസിങ് gut bacteria. Next question, which of the following agents is commonly used as a nasal decongestant? So nasal decongestant ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ വാസോപ്രസിൻ, ഓപ്ഷൻ ബി ക്ലോർഫെനിറാമിൻ മാലിയേറ്റ്, ഓപ്ഷൻ സി അസെറ്റിൽ കൊളൈൻ, ഓപ്ഷൻ ഡി ക്സൈലോമെറ്റസോളിൻ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ക്സൈലോമെറ്റസോളിൻ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് നാസൽ ഡീകൺജസ്റ്റന്റ്.
ഓക്കെ, സോ സൈലോമെത്തസോളിൻ എന്ന് പറയുന്നത് മെയിൻലി ഒരു ആൽഫ 1 എഡ്രിനർജിക് എഗോണിസ്റ്റ് ആണ്. ഓക്കെ, സ്ട്രോങ് ആക്ടിവിറ്റി ഉള്ളത് ആൽഫ 1 റിസപ്റ്ററിലാണ്. ആൽഫ 1 റിസപ്റ്റർ അഗോണിസ്റ്റിക് ആക്ടിവിറ്റി ആണുള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് സം ഡിഗ്രി ഓഫ് ആൽഫ 2 അഗോണിസ്റ്റിക് ആക്ടിവിറ്റി ഓൾസോ. ഓക്കെ, സോ ഇത് ആൽഫ 1 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു വാസോ കോൺസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദി നാസൽ മ്യൂക്കോസ. നാസൽ മ്യൂക്കോസയിലുള്ള ബ്ലഡ് വെസൽസിന്റെ വാസോ കോൺസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ദാറ്റ് റെഡ്യൂസസ് ദി മ്യൂക്കോസൽ സ്വെല്ലിംഗ് ആൻഡ് നാസൽ കൺജഷൻ. That's why it is used as a nasal decongestant. ഓക്കെ, സോ അതുപോലെ തന്നെ അതിന്റെ ഒരു ആൽഫ 2 അഗോണിസ്റ്റിക് ആക്ടിവിറ്റി ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദി ഡീകൺജസ്റ്റന്റ് ഇഫക്ട്. സോ സൈലോമെത്തസോളിൻ എന്ന് പറയുന്നത് മെയിൻലി ആൽഫ 1 റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. ദാറ്റ് വിൽ കോസസ് ദി വാസോ കോൺസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ നാസൽ മ്യൂക്കോസ. സോ അവിടെ നാസൽ മ്യൂക്കോസൽ സ്വെല്ലിംഗ് കുറയാണ് ചെയ്യുന്നത്, നാസൽ കൺജഷനും റിഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇനി അതർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വാസോപ്രസിൻ ഈസ് എ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ്. യൂറിൻ ഫോർമേഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ്. ആൻഡ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നുള്ള ഒരു കണ്ടീഷനിലാണ്. ഇനി ക്ലോർഫെനിറാമിൻ മാലിയേറ്റ്, സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ജനറേഷൻ ആന്റി ഹിസ്റ്റാമിൻ ഡ്രഗ്. അലർജി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സോ ഈ അലർജീസിൽ ഉണ്ടാവുന്ന റണ്ണിങ് നോസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോർഫെനിറാമിൻ മാലിയേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഡീകൺജസ്റ്റന്റ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് എസറ്റിൽ കൊളൈൻ. എസറ്റിൽ കൊളൈൻ ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, അതൊരു നാസൽ ഡീകൺജസ്റ്റന്റ് അല്ല, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഏജന്റ് കുഡ് കോസ് ടാക്കികാർഡിയ? ടാക്കികാർഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ പ്രൊപ്രനലോൾ, ഓപ്ഷൻ ബി എറ്റനലോൾ, ഓപ്ഷൻ സി എഡ്രോഫോണിയം, ഓപ്ഷൻ ഡി എട്രോപ്പിൻ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എട്രോപ്പിൻ ആണ്. ഓക്കെ, സോ എട്രോപ്പിൻ എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൽ വരുന്ന ഡ്രഗ് ആണ്? ഇറ്റ് ഈസ് എ കോളിനർജിക് ആന്റഗോണിസ്റ്റ്, അതായത് ആന്റി കോളിനർജിക് ഡ്രഗ് ആണ് എട്രോപ്പിൻ എന്ന് പറയുന്നത്, ആന്റി കോളിനർജിക് ഡ്രഗ്. സോ ഇറ്റ് ബ്ലോക്സ് ദി M2 റിസപ്റ്റർ, മസ്കാരിക് റിസപ്റ്റർ M2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ബ്ലോക്സ് ദി പാരാസിമ്പത്തറ്റിക് വാഗൽ ഇഫക്ട് ഓൺ ദി ഹാർട്ട്. ഹാർട്ടിലുള്ള പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷനെ ഡിക്രീസ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്. ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റിന് പറയുന്ന പേരാണ് ടാക്കികാർഡിയ. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് AV നോഡൽ കണ്ടക്ഷൻ. ഇങ്ങനെയാണ് അതിന്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എട്രോപ്പിൻ എന്ന് പറയുന്നത് M2 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ടാക്കികാർഡിയ. ഇനി അതർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പ്രൊപ്രനലോൾ ഈസ് എ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ. സോ അതുകൊണ്ട് തന്നെ β1, β2 റിസപ്റ്റേഴ്സിനെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ലീഡ്സ് ടു ബ്രാഡികാർഡിയ, ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി എറ്റനലോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെലക്റ്റീവ് β1 ബ്ലോക്കർ. ഹാർട്ടിലുള്ള β1 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു. ദാറ്റ് ലീഡ്സ് ടു ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ബ്രാഡികാർഡിയ. ഇനി എഡ്രോഫോണിയം എന്ന് പറയുന്നത് ഇസ് എ അസറ്റൈൽ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ്. അസറ്റൈൽ കോളിനെസ്റ്ററേസ് എന്നുള്ള എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഇൻക്രീസസ് ദി ലെവൽ ഓഫ് അസറ്റൈൽ കോളൈൻ. ദാറ്റ് ലീഡ്സ് ടു ബ്രാഡികാർഡിയ. എഡ്രോഫോണിയം എന്ന് പറയുന്നത് അസറ്റൈൽ കോളിനെസ്റ്ററേസ് എന്നുള്ള എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ അവിടെ അസറ്റൈൽ കോളൈന്റെ ബ്രേക്ക് ഡൗൺ നടക്കില്ല. അസറ്റൈൽ കോളൈൻ ലെവൽ ഗെറ്റ് ഇൻക്രീസ്ഡ്. ദാറ്റ് ലീഡ്സ് ടു ബ്രാഡികാർഡിയ. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. GCC ഫാർമസിസ്റ്റ് എക്സാംസിന് വേണ്ടിയുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ക്വറീസിന് വേണ്ടിയിട്ടും c-meditech ഓൺലൈൻ അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.